ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേൻ മിഠായി അഥവാ തേൻ നിലാവ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ 25 പൈസയ്ക്കും 1 രൂപയ്ക്കും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളതാണ് ഈ തേൻ മിഠായി. 1/2 കപ്പ് അരിക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആണ് അളവ്. ഞാനിവിടെ ഏറെ തേൻ നിലാവ് ഉണ്ടാക്കുന്നത് കൊണ്ട് 2 കപ്പ് അരിയും അതിനനുസരിച്ചുള്ള ഉഴുന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡലി റൈസ് ആണ്. കുതിർന്നു വരാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 2 മണിക്കൂർ നമുക്ക് വെക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്നത് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം കൂടി പോകാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു അളവിൽ ഞാൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാത്രത്തിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ പുറം മാത്രം നന്നായിട്ട് മുരിഞ്ഞു വരികയും ഉള്ളിൽ വേകാതിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ ബോൾസിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നമ്മൾ എടുക്കുന്ന ബാറ്ററിൻ്റെ പോലെ ഇരിക്കും. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബാറ്ററാണ് എടുക്കുന്നത്. ഇത് ഇതുപോലെ ഓയിലിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരുപാട് പൊക്കത്തിൽ നിന്ന് ഒഴിച്ചാൽ ഇതിനൊരു ഷേപ്പ് ലഭിക്കത്തില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് എടുക്കുന്ന ഉഴുന്നിൻ്റെ അളവ്. ഉഴുന്നിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. കാരണം ഉഴുന്ന അളവ് കൂടിയാൽ ഉഴുന്നിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ബോൾസൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ വശങ്ങളും ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേൻ മിഠായിയുടെ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നമുക്ക് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഇത് താഴ്ന്നു പോകും. അന്നേരം ഇത് നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ നിന്നും എടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് നേരം ഈ ഷുഗർ സിറപ്പിൽ കിടന്നാൽ ഇത് സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നിന്നും ഷുഗർ സിറപ്പ് നന്നായിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ഇത് പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ തേൻ മിഠായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.